ഹായ് ഓൾ, ഈ ഒരു സെഷനിൽ നമ്മൾ പറയാൻ പോകുന്നത് ഡിജിറ്റൽ സിഗ്നേച്ചറിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് ഇങ്ങനെ സെൻഡ് ചെയ്തിട്ടുള്ള ഡാറ്റയിൽ അല്ലെങ്കിൽ ആ മെസ്സേജിൻ്റെ കണ്ടൻസിൽ പ്രത്യേകിച്ച് ഒരു മാറ്റങ്ങളും വന്നിട്ടില്ല, ഒരു ആൾട്രേഷനും വന്നിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ മാത്തമാറ്റിക്കൽ സ്കീം ഫോർ ഡെമോൺസ്ട്രേറ്റിംഗ് ദ ഒതൻറ്റിസിറ്റി ഓഫ് എ ഡിജിറ്റൽ ഡോക്യുമെൻറ്റ്. നമ്മൾ അയക്കുന്ന ഡിജിറ്റൽ ഡോക്യുമെൻ്റ് എത്രത്തോളം ഒതൻറ്റിക് ആണ്, അതായത് എത്രത്തോളം വേറെ ആരും അതിൽ ഒന്നും ചെയ്തിട്ടില്ല, ഒരു ആൾട്രേഷൻസും നടത്തിയിട്ടില്ല, എത്രത്തോളം അത് വിശ്വസിക്കാൻ പറ്റും എന്നതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു മാത്തമാറ്റിക്കൽ സ്കീമാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ വെച്ചിട്ടുള്ള ഒരു ഡാറ്റ റെസിപ്പിയൻ്റ്, അതായത് ആർക്കാണ് നമ്മൾ അയക്കുന്നത് അയാളെ കയ്യിൽ അത് കിട്ടുമ്പോൾ അയാൾക്കും എന്താവും, ഒരു വിശ്വാസം വരും, ഇത് ഡിജിറ്റലി സൈൻ ചെയ്തിട്ടുള്ള ഡോക്യുമെൻ്റ് ആണ്, അപ്പോൾ ഇതിൽ ഒരു വിധത്തിലുള്ള ഒരു ആൾട്രേഷനും നടന്നിട്ടില്ല, അതായത് ഹാക്കേഴ്സ് ആരും ഇതിലൊരു മാറ്റങ്ങളും വരുത്തിയിട്ടില്ല. അതേപോലെ തന്നെ അയച്ച ആൾ സൈൻ ചെയ്തിട്ട് അയച്ചതാണല്ലോ, അപ്പോൾ അയാൾക്കും ഇനി എന്ത് ചെയ്യാൻ കഴിയില്ല, ഇത് ഞാനിങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റുന്ന സിറ്റുവേഷനും അല്ല. അപ്പോൾ അതാണ് അവിടെ എത്തുന്ന ആൾക്കും എന്ത് കിട്ടുകയാണ്, ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു വിശ്വാസം ആ ഒരു ഡോക്യുമെൻറ്റിൽ വരികയാണ് ഈ ഡിജിറ്റൽ സിഗ്നേച്ചറിലൂടെ. അപ്പോൾ ഡിജിറ്റൽ സിഗ്നേച്ചർ വെച്ചിട്ട് നമ്മൾ സൈൻ ചെയ്ത് അയക്കുന്ന ഡോക്യുമെൻറ്റ് ഇമെയിൽ ആവാം, സ്പ്രെഡ്ഷീറ്റ് ആവാം, അല്ലെങ്കിൽ ടെക്സ്റ്റ് ഫയൽ ആവാം, അങ്ങനെ ഒതൻറ്റിക് ആയിട്ടുള്ള എന്തും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിജിറ്റൽ സിഗ്നേച്ചർ വെച്ചിട്ട് സൈൻ ചെയ്തിട്ട് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഈ ഡിജിറ്റൽ സിഗ്നേച്ചർ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഒതൻറ്റിക്കേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അതായത് അയച്ചിട്ടുള്ള ഡോക്യുമെൻ്റ് കറക്റ്റാണ്, അതിലൊരു ചേഞ്ചസും വന്നിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തുന്നതിനെയാണ് ഒതൻറ്റിക്കേഷൻ എന്ന് പറയുക. അപ്പോൾ ഈ ഒതൻറ്റിക്കേഷൻ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ ചെയ്യുന്നത്. ഒതൻറ്റിക്കേഷൻ മീൻസ് ദാറ്റ് റെസിപ്പിയൻ നോസ് ഹൂ ക്രിയേറ്റഡ് ദ ഡോക്യുമെൻറ്റ്, ആരാണ് ഈ ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്തത് എന്ന് ഉറപ്പിക്കാൻ പറ്റും. ആൻഡ് ദാറ്റ് ഇറ്റ് ഹാസ് നോട്ട് ബീൻ ആൾട്ടേർഡ് ഇൻ എനി വേ, പിന്നെ ഒരു രീതിയിൽ അതിലൊരു മാറ്റങ്ങളും ആരും വരുത്തിയിട്ടില്ല എന്ന് ഉറപ്പാക്കാൻ പറ്റും. സിൻസ് ദാറ്റ് പേഴ്സൺ ക്രിയേറ്റഡ് ഇറ്റ്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഒതൻറ്റിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്, ഒതൻറ്റിക്കേറ്റഡ് ആവണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒതൻറ്റിക്കേഷൻ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ഡിജിറ്റൽ സിഗ്നേച്ചർ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് കഴിഞ്ഞ സെഷനിൽ നമ്മൾ എൻക്രിപ്ഷനും ഡീക്രിപ്ഷനും പറഞ്ഞിരുന്നു. അതായത് ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് എൻകോഡ് ചെയ്ത് അയക്കുന്നതിനെയാണ് നമ്മൾ എൻക്രിപ്ഷൻ എന്ന് പറയുക. അതിനെ ഡീകോഡ് ചെയ്യുമ്പോൾ നമ്മൾ ഡീക്രിപ്ഷൻ എന്ന് പറയും. ഇതൊക്കെ ഇവിടെ ഈ ടെക്നോളജിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഒതൻറ്റിക്കേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് വെരിഫൈങ് ദാറ്റ് ഇൻഫർമേഷൻ ഈസ് കമ്മിങ് ഫ്രം എ ട്രസ്റ്റഡ് സോഴ്സ്. നമ്മൾ വിചാരിച്ച ആളെടുത്ത് തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു സോഴ്സിൽ നിന്ന് തന്നെയാണ് ഈ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഈ ഡോക്യുമെൻ്റ് വന്നിട്ടുള്ളത് എന്ന് ഉറപ്പ് വരുത്തുന്നതിനെയും നമുക്ക് എന്ത് പറയാം, ഒതൻറ്റിക്കേഷൻ ആണ് എന്ന് പറയാം. അപ്പോൾ ഈ രണ്ട് പ്രോസസ്സും ഒരുമിച്ച് പോവേണ്ടതാണ്. അതായത് ഒതൻറ്റിക്കേഷൻ ഉണ്ടാവൽ നിർബന്ധമാണ്. ഒതൻറ്റിക്കേഷൻ നമുക്ക് ഡിജിറ്റൽ സിഗ്നേച്ചറിലൂടെ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോസസ്സിന് നമുക്ക് ഹാൻഡ് ഇൻ ഹാൻഡ് പ്രോസസ്സാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഒരു സെൻഡർ ഡോക്യുമെൻ്റ് ഡിജിറ്റലി സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന കാര്യങ്ങളാണ് നമ്മളിനി പറയുന്നത്. അവിടെ എന്താ ചെയ്യുന്നത്, അയാൾ അതിലേക്ക് എന്ത് ചെയ്യാണ്, ഒരു ഫങ്ഷനെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനെയാണ് നമ്മൾ വൺ വേ ഹാഷ് ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വൺ വേ ഹാഷ് ഒരു എൻക്രിപ്ഷൻ ഫങ്ഷനാണ്. അത് നമ്മൾ ആ ഡോക്യുമെൻറ്റിലേക്ക് എന്ത് ചെയ്യാണ്, ഡിജിറ്റലി സൈൻ ചെയ്യുമ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് പബ്ലിക് കീയും പ്രൈവറ്റ് കീയും അങ്ങനത്തെ 2 പെയർ കീ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതെന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ റെസിപ്പിയൻറ്റ്, അതായത് ക്ലയൻറ്റിന് അത് റീഡ് ചെയ്യാം, കാരണം അവർക്കത് ഡീക്രിപ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇത് വാലിഡ് ആണോ ഈ സിഗ്നേച്ചർ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അത് അവരുടെ കയ്യിലുള്ള പബ്ലിക് കീയോ അല്ലെങ്കിൽ പ്രൈവറ്റ് കീയോ യൂസ് ചെയ്തിട്ട് അവർക്കത് ഡീക്രിപ്റ്റ് ചെയ്തെടുക്കാനും വേണ്ടിയിട്ട് പറ്റും. ഇതാണ് അതിൻ്റെ സിമ്പിളായിട്ടുള്ള പ്രൊസീജിയർ എന്ന് പറയുന്നത്. പിന്നെ ഡിജിറ്റൽ സിഗ്നേച്ചറിൻ്റെ ബെനിഫിറ്റ്സ് ആണ് നമ്മൾ അടുത്ത് പറയുന്നത്. അതിലൊന്നാണ് ഒതൻറ്റിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, അതായത് നമ്മൾ വിചാരിച്ചിട്ടുള്ള ആൾ തന്നെയാണ് ഇത് അയച്ചിട്ടുള്ളത്, അയച്ച ഡോക്യുമെൻറ്റിൽ പിന്നീട് ഒരു മാറ്റങ്ങളും വരുത്തിയിട്ടില്ല, ഇതൊക്കെ ഒതൻറ്റിക്കേഷൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. പിന്നെ നോൺ റെപ്പിഡിയേഷനാണ്. സൈനിങ് ടേക്സ് പ്ലേസ് ത്രൂ എ സീരീസ് ഓഫ് സ്റ്റെപ്സ് ആൻഡ് ട്രാക്സ് ഓൾ ഓഫ് ദോസ് സ്റ്റെപ്സ്. സൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ പ്രൊസീജിയേഴ്സിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ദിസ് എലിമിനേറ്റ്സ് ദ പോസിബിലിറ്റി ഓഫ് എ സൈനർ സജസ്റ്റിംഗ് ഹി മെയ്ഡ് എ മിസ്റ്റേക്ക് ഇൻ സൈനിങ് ഓർ നെവർ ക്ലിക്ക്ഡ് എ ബട്ടൺ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ടാകുമ്പോൾ ഞാൻ അറിയാണ്ട് സൈൻ ചെയ്തു പോയതാണ്, അല്ലെങ്കിൽ ഞാൻ അറിയാതെ ആ ബട്ടൺ ക്ലിക്കായി പോയതാണെന്നൊന്നും ആർക്ക് പറയാൻ പറ്റില്ല,
ആ സെൻറ്റർക്ക് പറയാൻ പറ്റില്ല, കാരണം ഒരുപാട് സ്റ്റെപ്പ്. ഇപ്പം നമ്മൾ ഓൺലൈൻ പേയ്മെൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ കണ്ടിട്ടില്ലേ, നമ്മൾ അതിൻ്റെ പിൻ നമ്പർ കൊടുക്കണോ, പിന്നെ നമ്മളത് കൺഫേം ചെയ്യണോ, അല്ലെ, അങ്ങനെ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. നമ്മൾ വെറുതെയാണ് കൈ തട്ടിയിട്ടാണ് വന്നതാണ്, നിങ്ങൾക്ക് ആ ക്യാഷ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതേപോലെ തന്നെയാണ് ഡിജിറ്റൽ സിഗ്നേച്ചറിലും ഉള്ളത്. അതിനെയാണ് നോൺ റെപ്യൂഡിയേഷൻ എന്ന് പറയുക. പിന്നെ ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ അതിലൊരു ചേഞ്ചസും വരുത്തിയിട്ടില്ല, ഈ ഡോക്യുമെൻ്റ് നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പ് വരുത്തുന്നതിനെയാണ് എന്തെന്ന് പറയുക, ഇൻറ്റഗ്രിറ്റി എന്ന് പറയുക. അപ്പോൾ ഒതൻറ്റിക്കേഷൻ, നോൺ റെപ്യൂഡിയേഷൻ, ഇൻറ്റഗ്രിറ്റി, ഈ 3 ബെനിഫിറ്റ്സും നമുക്ക് ഡിജിറ്റൽ സിഗ്നേച്ചറിലൂടെ കിട്ടുന്നതാണ്. പിന്നെ ഈ ഡിജിറ്റൽ സിഗ്നേച്ചറും ലോയും തമ്മിലുള്ള, അതായത് നമ്മളെ നിയമങ്ങളും തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ ഇനി അടുത്ത് നോക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, പണ്ട് ട്രഡീഷണൽ സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഹാൻഡ് റിട്ടൺ ആണ്. അവിടെ ഒരാളെ ഐഡൻറ്റിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണത്, അല്ലേ, നമ്മൾ ഒപ്പിടുന്നത്. അപ്പോൾ ഞാൻ ഒപ്പിട്ടാൽ അതാണ് എൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഈ സിഗ്നേച്ചർ എന്താണ്, മാൻഡേറ്ററി ആണ്. അതായത് പല കേസിലും നമുക്ക് സൈൻ ചെയ്യേണ്ടതായിട്ട് വരും. പ്രത്യേകിച്ച് നമുക്ക് ലീഗലി ഉള്ള ഡോക്യുമെൻറ്റ്സിലൊക്കെ നമ്മളെപ്പോഴും എന്ത് ചെയ്യണം, നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കണം. പ്രത്യേകിച്ച് നമ്മൾ ബാങ്കിലൊക്കെ നമ്മൾ എല്ലായിടത്തും ഇപ്പോൾ നമ്മൾ ഒപ്പിട്ട് കൊടുക്കണം. അങ്ങനെ ചെയ്താലാണ് അതിൻ്റെ വാലിഡിറ്റി ഉള്ളത്. അപ്പോൾ നമ്മളൊരു പേഴ്സൺ ആണ്, ഇന്ന ആളാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും നമ്മൾ ഇതിന് വേണ്ടിയിട്ടാണ് ഈ സൈൻ ചെയ്യുന്നത് എന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഒപ്പിടുന്നത്. ഇപ്പോൾ നമ്മുടെ ചെക്കിൽ ഒപ്പിടുമ്പോൾ ഇതെൻ്റെ അക്കൗണ്ടാണ്, അപ്പോൾ ഞാനതിൽ ഒപ്പിടണം, അതിൻ്റെ ഒരു ഐഡൻറ്റിറ്റി. രണ്ടാമത്തെ കാര്യം, ഈ ആൾക്ക് ഇത്ര എമൗണ്ട് 5000 രൂപയാണ് കൊടുക്കേണ്ടത് നമ്മൾ ചെക്കിൽ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അല്ല, നമുക്ക് എമൗണ്ട് എഴുതാതെ എത്ര വേണമെങ്കിലും എഴുതിയെടുക്കാവുന്ന രീതിയിലും ചെക്ക് കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്പെസിഫൈ ചെയ്യും അല്ലെങ്കിൽ അതിൻ്റെ പർപ്പസ്, ഇത് ക്യാഷ് ട്രാൻസ്ഫറിങ്ങിനാണ്, അല്ലെങ്കിൽ ഞാനൊരു വീട് വാങ്ങിയതിനുള്ള എഗ്രിമെൻറ്റ് അത് തന്ന ആളും ഞാൻ വാങ്ങിയ ആളും തമ്മിലുള്ള സൈനിങ് ആണ്. അപ്പോൾ എന്ത് പർപ്പസിനാണ്, അതിനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ സൈൻ ചെയ്യണത്. ഒന്ന് നമ്മൾ ഐഡൻറ്റിറ്റി അറിയാൻ, ഇപ്പോൾ നമ്മളൊരു പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ വിൽക്കണ ആളും വാങ്ങണ ആളും ഐഡൻറ്റിറ്റി അറിയണം. അപ്പോൾ 2 പേരും സൈൻ ചെയ്യണം. അതേപോലെ തന്നെ അതെന്തിനാണ്, അവർ വിൽക്കുകയാണ്, നമ്മളത് വാങ്ങുകയാണ് എന്ന അതിൻ്റെ ഇൻറ്റൻഷൻ, അതിനും കൂടെ ഉറപ്പ് വരുത്താനാണ് നമ്മൾ സൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പണ്ട് ട്രഡീഷണലായി ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പോഴും ട്രഡീഷണൽ ഉണ്ട്, പക്ഷേ ഇതേ കാര്യങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ഡിജിറ്റൽ സിഗ്നേച്ചറും എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. അപ്പോൾ സിഗ്നേച്ചർ എന്ന് പറയുന്നത് ഒരാളെ ഐഡൻറ്റിറ്റി ആ ഡോക്യുമെൻറ്റിൽ അറിയാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ ഡേ ടു ഡേ ട്രാൻസാക്ഷന് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ മറ്റൊരു കാര്യമായിരുന്നു, ഇപ്പോൾ നമുക്ക് പണ്ടത്തെ ആളുകൾക്കൊന്നും ഇപ്പോൾ സൈൻ ചെയ്യാൻ അറിയാത്ത ആളുകളുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ നമുക്ക് പല കാരണങ്ങൾ കൊണ്ടും ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകും, ഇങ്ങനെ പെന്ന് യൂസ് ചെയ്ത് സൈൻ ചെയ്യാനൊക്കെ. അപ്പോൾ അങ്ങനത്തെ ആളുകൾ, ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകൾ, ഇപ്പോൾ അങ്ങനെ പണ്ടുള്ള ആളുകൾക്ക് പറഞ്ഞാൽ അവർ ഒരുപാട് അങ്ങോട്ട് എഡ്യൂക്കേറ്റഡ് ഒന്നല്ലാത്ത ആളുകൾ, അവർക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ സൈൻ ചെയ്യുന്നതിലൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കേസിൽ എന്ത് ചെയ്യും, ഫിംഗർ പ്രിൻ്റ് വെക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ അതായത് അവരുടെ തമ്പ് പ്രിൻ്റ് എടുത്തിട്ട് ഇങ്ങനെ വെക്കുന്നതും ഡോക്യുമെൻറ്റ്സ് സൈൻ ചെയ്യുന്നതും കണ്ടിട്ടാണ്. അപ്പോൾ അത് മറ്റൊരു ട്രഡീഷണൽ മെത്തേഡായിരുന്നു ഫിംഗർ പ്രിൻ്റ് കൺസിഡർ ചെയ്യുക എന്നുള്ളത്. പക്ഷേ ഇവിടെയൊക്കെയുള്ള പ്രശ്നം എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള സിഗ്നേച്ചർ ആകുമ്പോൾ അത് ആർക്ക് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് ഫോർജറി ആൻഡ് ടാമ്പറിംഗ് എന്നൊക്കെ പറയുന്നത്. ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, കോപ്പി ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ദ ഓൺലൈൻ ട്രാൻസാക്ഷൻ റിക്വയേഴ്സ് യുണീക്ക് ആൻഡ് സ്ട്രോങ് പ്രൊട്ടക്ഷൻ വിച്ച് ഈസ് സെർവ്ഡ് ബൈ ഇലക്ട്രോണിക് സിഗ്നേച്ചർ. അപ്പോൾ ഇലക്ട്രോണിക് സിഗ്നേച്ചറിലും ഇഷ്യൂസ് നമ്മൾ എല്ലാം പറയുന്ന പോലെ നെഗറ്റീവ് സൈഡ് ഉണ്ട്, പക്ഷേ കുറച്ചും കൂടി യുണീക്കായിട്ടും സ്ട്രോങ് പ്രൊട്ടക്ഷനായിട്ടും നമുക്ക് ഈ ഓൺലൈൻ ട്രാൻസാക്ഷനിൽ ഇലക്ട്രോണിക് സിഗ്നേച്ചർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ അടുത്ത് വരുന്നത് നമ്മളുടെ ഈ ലോയിൽ ഇത് എങ്ങനെ നമ്മളെ നിയമത്തിൽ അത് വന്നു എന്നുള്ളതാണ്. ദ കോൺസെപ്റ്റ് ഓഫ് ഡിജിറ്റൽ സിഗ്നേച്ചർ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ത്രൂ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 ഇൻ ഇന്ത്യയിലെ IT ആക്ട് 2000 പ്രകാരമാണ് ഈ ഡിജിറ്റൽ സിഗ്നേച്ചർ എന്നുള്ള കോൺസെപ്റ്റ് വന്നത്. അത് ഏതിൻ്റെ കൂടെ വന്നു വെച്ചാൽ ഇലക്ട്രോണിക് സിഗ്നേച്ചർ വിച്ച് ഈസ് ബേസ്ഡ് ഓൺ അൺസിട്രൽ മോഡൽ ലോൺ ഇലക്ട്രോണിക് സിഗ്നേച്ചേഴ്സ് 2001. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു കോൺസെപ്റ്റിൻ്റെ കൂടെ ഹൈബ്രിഡ് ആയിട്ട് വന്നിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത്. പിന്നെ ദ ഇലക്ട്രോണിക് സിഗ്നേച്ചർ ഈസ് എ ടെക്നോളജിക്കലി ന്യൂട്രൽ കോൺസെപ്റ്റ് ആൻഡ് ഇൻക്ലൂഡ്സ് എ ഡിജിറ്റൽ സിഗ്നേച്ചർ. ദ ഒബ്ജക്റ്റ് ആൻഡ് പർപ്പസ് ഓഫ് ഇലക്ട്രോണിക് സിഗ്നേച്ചർ ആർ സിമിലർ ടു ദാറ്റ് ഓഫ് ട്രഡീഷണൽ സിഗ്നേച്ചർ. അപ്പോൾ ഇലക്ട്രോണിക് സിഗ്നേച്ചർ എന്ന് പറയുന്നതും ഒരു ന്യൂട്രൽ കോൺസെപ്റ്റാണ്. അതേപോലെ ഡിജിറ്റൽ സിഗ്നേച്ചറും കൂടി ഇൻക്ലൂഡ് ചെയ്ത കോൺസെപ്റ്റാണ് ഇലക്ട്രോണിക് സിഗ്നേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്താണ്, അതായത് പണ്ടത്തെ നമ്മളെ ട്രഡീഷണൽ സിഗ്നേച്ചർ എന്തിനു വേണ്ടിയാണോ, അതായത് നമ്മളെ ഹാൻഡ് റിട്ടൺ സിഗ്നേച്ചർ എന്തിനു വേണ്ടിയിട്ടാണോ, അതേ പർപ്പസ് തന്നെയാണ്
ഡിജിറ്റൽ സിഗ്നേച്ചറിനും അതായത് ഇലക്ട്രോണിക് സിഗ്നേച്ചറിനും വരുന്നത്. അപ്പോൾ നമ്മൾ സൈബർ വേൾഡിൽ ഇലക്ട്രോണിക് സിഗ്നേച്ചർ എന്ത് ചെയ്യാണ്, നമ്മൾ ഇലക്ട്രോണിക്കലി സെൻഡ് ചെയ്യുന്ന റെക്കോർഡ്സ് എല്ലാം എന്താണ് ഒതൻറ്റിക്കേറ്റഡ് ആണ് എന്ന് ഉറപ്പ് വരുത്തും. അതേപോലെ ലെജിറ്റിമേറ്റ് ആണ്, എല്ലാം വിശ്വസിക്കാൻ പറ്റിയ ഒരു ആൾട്രേഷനും വന്നിട്ടില്ല. അതേപോലെ സേഫ് ആണ്, കോപ്പി കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല, കൺവീനിയൻ്റ് ആണ്, എല്ലാതും ഉറപ്പ് വരുത്തുന്നതാണ് ഇലക്ട്രോണിക് സിഗ്നേച്ചർ. സൈബർ വേൾഡിലാട്ടോ പറയുന്നത്. അപ്പോൾ അത് ഇലക്ട്രോണിക് സിഗ്നേച്ചർ ഇതിനെല്ലാം വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെയാണ് നമുക്ക് ഇപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്കിപ്പോൾ ഒരാൾക്ക് ചെക്ക് എഴുതി കൊടുക്കാൻ നമുക്ക് നേരിട്ട് സൈൻ ചെയ്യാൻ പോകാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ലൊക്കേഷനാണ്, ഫിസിക്കൽ ലൊക്കേഷൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡിജിറ്റൽ സിഗ്നേച്ചർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഏത് ലൊക്കേഷനിലാണെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ട്രാൻസാക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് പറ്റും ഡിജിറ്റൽ സിഗ്നേച്ചറിലൂടെ. അപ്പോൾ ഇതൊക്കെ ലോൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇനി ലീഗൽ പൊസിഷൻ ഓഫ് ഡിജിറ്റൽ സിഗ്നേച്ചർ. ഇനി നമ്മളുടെ ഓരോ സെക്ഷൻ, അതായത് നമ്മളുടെ നിയമത്തിലെ ഓരോ സെക്ഷനിലും ഏതൊക്കെ സെക്ഷനിലാണ് ഈ ഡിജിറ്റൽ സിഗ്നേച്ചറിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത് എന്നാണ് നോക്കുന്നത്. ഇപ്പോൾ സെക്ഷൻ 3 ഓഫ് ദി ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 പ്രൊവൈഡ്സ് ഫോർ ഒതൻറ്റിക്കേഷൻ ഓഫ് ഇലക്ട്രോണിക് റെക്കോർഡ്സ്. അപ്പോൾ സെക്ഷൻ 3ൽ ഇലക്ട്രോണിക് റെക്കോർഡ്സിനെ ഒതൻറ്റിക്കേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഈ IT ആക്ട് 2000 പറയുന്നുണ്ട്. സെക്ഷൻ 3ൽ ഇറ്റ് പ്രൊവൈഡ്സ് ദാറ്റ് ഇലക്ട്രോണിക് റെക്കോർഡ്സ് ക്യാൻ ബി ഒതൻറ്റിക്കേറ്റഡ് ബൈ യൂസിങ് ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ്. അപ്പോൾ ഈ സെക്ഷനിൽ ഡിജിറ്റൽ സിഗ്നേച്ചർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇലക്ട്രോണിക് റെക്കോർഡ്സിനെ ഒതൻറ്റിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. ഇറ്റ് പ്രിസ്ക്രൈബ്സ് ടെക്നോളജി റിക്വയർമെൻറ്റ്സ് ഫോർ ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ്. ഡിജിറ്റൽ സിഗ്നേച്ചറിന് വേണ്ടിയിട്ട് എന്തെല്ലാം ടെക്നോളജി റിക്വയർമെൻറ്റ്സ് ആണ് ആവശ്യമുള്ളത് എന്നും സെക്ഷൻ 3ൽ പറയുന്നുണ്ട്. ഇറ്റ് പ്രിസ്ക്രൈബ്സ് ദ യൂസ് ഓഫ് എൻ അസിമെട്രിക് ക്രിപ്റ്റോ സിസ്റ്റം. ഒരു അസിമെട്രിക് ക്രിപ്റ്റോ സിസ്റ്റം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അതേപോലെ ഇലക്ട്രോണിക് റെക്കോർഡ്സിൻ്റെ ഒതൻറ്റിക്കേഷന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഹാഷ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നു എൻക്രിപ്ഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ഹാഷ് ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ സെക്ഷൻ 3ൽ പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. പിന്നെ പിന്നെ നമ്മൾ കോമൺ ആയിട്ട് ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുകയാണ്. ഒതൻറ്റിക്കേഷൻ ഓഫ് ആൻ ഇലക്ട്രോണിക് ഡോക്യുമെൻ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ആസ് ഇറ്റ് എൻഷ്യൂർസ് ദാറ്റ് ദ മെസ്സേജ് ഹാസ് നോട്ട് ബീൻ ടാമ്പേർഡ്. അതായത് മെസ്സേജിൽ ഒരു ചേഞ്ചസും വരുത്തിയിട്ടില്ല എന്ന് ഉറപ്പ് വരുത്താൻ ഒതൻറ്റിക്കേഷൻ വേണം. അതേപോലെ നമ്മൾ ഐഡൻറ്റിറ്റി കൺഫേം ചെയ്യാൻ ഒതൻറ്റിക്കേഷൻ വേണം. അത് നോൺ റെപ്യൂഡിയബിൾ ആണ്. അതായത് ഈ പറഞ്ഞ പോലെ ആൾട്രേഷൻ, കോപ്പിയിങ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തണം. പിന്നെ ഞാനല്ല ഈ ഡോക്യുമെൻ്റ് ചെയ്തത് എന്ന് സെൻഡർക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിനേ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഒതൻറ്റിക്കേഷൻ നടത്തണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം എവിടെ പറയുന്നുണ്ട്, സെക്ഷൻ 3ൽ പറയുന്നതാണ്. അടുത്തത് വരുന്നത് ഹാഷ് ഫംഗ്ഷനെ കുറിച്ചിട്ട് അവിടെ സെക്ഷൻ 3ൽ ഒന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹാഷ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എൻക്രിപ്ഷനും ഡീക്രിപ്ഷനും വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്കീമാണ് അല്ലെങ്കിൽ ഒരു മെത്തേഡാണ് ഹാഷ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഡിജിറ്റൽ സിഗ്നേച്ചറിൽ നമ്മളത് യൂസ് ചെയ്യുന്നുണ്ട്. ഹാഷ് ഫംഗ്ഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഹാഷ് വാല്യൂ പ്രൊഡ്യൂസ് ചെയ്യാം. ആ ഹാഷ് വാല്യൂവിനെയാണ് മെസ്സേജ് ഡൈജസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഡിജിറ്റൽ സിഗ്നേച്ചറിൽ എൻക്രിപ്ഷനും ഡീക്രിപ്ഷനും നടത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഹാഷ് ഫംഗ്ഷൻ. ഹാഷ് ഫംഗ്ഷനിലൂടെ നമുക്ക് ഹാഷ് വാല്യൂ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ആ ഹാഷ് വാല്യൂവിനെയാണ് മെസ്സേജ് ഡൈജസ്റ്റ് എന്ന് പറയുന്നത്. ഇതൊക്കെ എന്തിനാണ്, ഒതൻറ്റിക്കേഷൻ ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെ സെക്ഷൻ 3ൽ പറയുന്നതാണ്. ഇനി സെക്ഷൻ 4ൽ മെയ്ഡ് ദ പ്രൊവിഷൻ ഫോർ ലീഗൽ റെക്കഗ്നീഷൻ ഓഫ് ഇലക്ട്രോണിക് റെക്കോർഡ്സ്. അതായത് നമുക്ക് ഈ ഇലക്ട്രോണിക് റെക്കോർഡ്സിനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും എന്നതാണ് സെക്ഷൻ 4ൽ പറയുന്നത്. വേർ എനി ലോ പ്രൊവൈഡ്സ് ദാറ്റ് ഇൻഫർമേഷൻ ഓർ എനി അതർ മാറ്റർ ഷാൾ ബി ഇൻ റൈറ്റിംഗ്, type written or printed form, then notwithstanding anything contained in such law, given requirement shall be deemed to have been satisfied if such information or matter is. അതായത് ഇപ്പോൾ നമ്മൾ ഈ ഇലക്ട്രോണിക് സിഗ്നേച്ചർ വഴി ഇങ്ങനെ സൈൻ ചെയ്തിട്ട് സെൻഡ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ താഴെ പറയുന്ന ഈ റിക്വയർമെൻറ്റ്സ് ആണ് അവിടെ മെയിനായിട്ട് പറയുന്നത്. ഒന്ന്, റെൻഡേഡ് ഓർ മെയ്ഡ് അവൈലബിൾ ഇൻ ആൻ ഇലക്ട്രോണിക് ഫോം. അതെന്ത് ചെയ്യും, നമുക്കൊരു ഇലക്ട്രോണിക് ഫോമിൽ വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. രണ്ടാമത്തത്, ആക്സസിബിൾ സോ ആസ് ടു ബി യൂസബിൾ ഫോർ സബ്സിക്വൻറ്റ് റെഫറൻസ്. പിന്നീടുള്ള നമുക്ക് റെഫറൻസിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഇലക്ട്രോണിക് ഫോം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ശരിയല്ലേ, നമ്മൾ പേ ചെയ്തതൊക്കെ നമുക്ക് എത്ര കാലം വേണമെങ്കിലും നമുക്ക് റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് ഇലക്ട്രോണിക് റെക്കോർഡ്സിൻ്റെ റെക്കഗ്നീഷൻ എന്ന് സെക്ഷൻ 4ൽ പറയുന്നത്.
പിന്നെ സെക്ഷൻ 5 ലീഗൽ റെക്കഗ്നീഷൻ ഓഫ് ഇലക്ട്രോണിക് സിഗ്നേച്ചേഴ്സ് where law provides that information or any other matter shall be authenticated by affixing the signature or any document should be signed or bear the signature of any persons then, notwithstanding anything contained in such law, such requirement shall be deemed to have been satisfied. If such information or matter is authenticated by means of electronic signature affixed in such manner as may be present by the central government. അതായത് ഈ ഒരു സെക്ഷൻ 5 പറയുന്നത് ഇലക്ട്രോണിക് സിഗ്നേച്ചറിൻ്റെ ലീഗൽ റെക്കഗ്നീഷനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് ഇൻഫർമേഷൻ ഓർ എനി അതർ മാറ്റർ ഷാൾ ബി ഒതൻറ്റിക്കേറ്റഡ് ബൈ അഫിക്സിങ് ദ സിഗ്നേച്ചർ. അതായത് ഇതിലുള്ള ഇൻഫർമേഷൻസും അല്ലെങ്കിൽ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്ത് മാറ്ററും എന്താണ് ഈ സിഗ്നേച്ചർ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഒതൻറ്റിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അല്ലെങ്കിൽ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്ത് ഡോക്യുമെൻറ്റും ഓർ എനി ഡോക്യുമെൻറ്റ് ഷുഡ് ബി സൈൻഡ് ഓർ ബെയർ ദ സിഗ്നേച്ചർ ഓഫ് എനി പേഴ്സൺ ദെൻ. അത് റിലേറ്റ് ചെയ്ത് വരുന്ന ഡോക്യുമെൻറ്റും അത് സൈൻഡ് അല്ലെങ്കിൽ ആ സിഗ്നേച്ചർ ആ പേഴ്സൻ്റെ സിഗ്നേച്ചർ അതിൽ ഉണ്ടായിരിക്കും. ദെൻ നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ സച്ച് ലോ സച്ച് റിക്വയർമെൻറ്റ് ഷാൾ ബി ഡീംഡ് ടു ഹാവ് ബീൻ സാറ്റിസ്ഫൈഡ് ഇഫ് സച്ച് ഇൻഫർമേഷൻ ഓർ മാറ്റർ ഈസ് ഒതൻറ്റിക്കേറ്റഡ്. അതായത് ഇത് വെച്ച് വരുന്ന ഈ സിഗ്നേച്ചർ വെച്ച് വരുന്ന എല്ലാ റിലേറ്റഡ് ഇൻഫർമേഷൻസും ഡോക്യുമെൻസും എന്താണ്, ലീഗലി റെക്കഗ്നൈസ്ഡ് ആണ്. ഇലക്ട്രോണിക് സിഗ്നേച്ചർ അത് ലീഗലി റെക്കഗ്നൈസ്ഡ് ആണ് എന്നാണ് അതിൻ്റെ മീനിങ്. പിന്നെ അതേപോലെ തന്നെ ചിലതുണ്ടാവും നമുക്ക് എല്ലാ പേപ്പേഴ്സിലും എന്ത് വേണ്ടി വരും, ഈ ഡിജിറ്റൽ സിഗ്നേച്ചർ വേണ്ടി വരും. അപ്പോൾ അങ്ങനത്തത് എന്ത് ചെയ്യണം, നമ്മൾ എല്ലാ പേപ്പറിലും ഇപ്പം നമ്മൾ ചില എഗ്രിമെൻറ്റ് ഇപ്പം നമ്മൾ കോളേജ് MOU ഒക്കെ സൈൻ ചെയ്യുന്നതിൽ പലതിലും 2 പാർട്ടീസ് എല്ലാ പേപ്പറിലും സൈൻ ചെയ്യുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാ പേജസിലും എന്ത് ചെയ്യണം, നമ്മൾ സൈൻ ചെയ്യുകയും വേണം. അപ്പോൾ ഇതാണ് ഇത് ലീഗൽ സൈഡ് പറഞ്ഞു എന്നുള്ളൂ ഈ ഒരു 3 സെക്ഷനിലായിട്ട്. പിന്നെ ഡിജിറ്റൽ സിഗ്നേച്ചറും ഡിജിറ്റൽ സർട്ടിഫിക്കറ്റും തമ്മിലുള്ള വ്യത്യാസമാണ് അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത് മെയിനായിട്ട് 3 കാര്യങ്ങളാണ് അവിടെ നോക്കുന്നത്. നമ്മൾ നേരത്തെ അതിൻ്റെ ബെനിഫിറ്റ്സിലും അത് പറഞ്ഞു, പ്രൈവസി, നോൺ റിപ്പിഡിയേഷൻ ആൻഡ് ഇൻറ്റഗ്രിറ്റി. പക്ഷേ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഡോക്യുമെൻറ്റിൻ്റെ ഒതൻറ്റിക്കേഷനും അതേപോലെ ബൈൻഡ് ദ പേഴ്സൺ ഹു ഈസ് പുട്ടിംഗ് ദ ഡിജിറ്റൽ സിഗ്നേച്ചർ which based on public key cryptography requires 2 separate keys as secret and public. അതായത് നമ്മൾ 3 പോയിൻറ്റേഴ്സാണ് ഡിജിറ്റൽ സിഗ്നേച്ചറിൻ്റെ ഒതൻറ്റിക്കേഷനിൽ പറയുന്നത്. ഒന്ന് പ്രൈവസിയും നോൺ റെപ്പിഡിയേഷനും ഇൻറ്റഗ്രിറ്റിയും. പക്ഷേ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റിൻ്റെ ഒബ്ജക്റ്റീവ് ഡോക്യുമെൻറ്റിൻ്റെ ഒതൻറ്റിക്കേഷനും അതേപോലെ ആരാണോ ഡിജിറ്റൽ സൈൻ ചെയ്യുന്നത് അവരുമായിട്ടുള്ളൊരു ബൈൻഡിങ് ആണ്. അതായത് ഒരു എന്താ പറയുക, ഇപ്പം നമുക്ക് ഡിജിറ്റൽ സർട്ടിഫിക്കറ്റൊക്കെ തരുന്നതില്ലേ, ഇപ്പം നമ്മളൊരു പ്രോഗ്രാം അതിൻ്റെ ഒരു ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡിജിറ്റൽ സിഗ്നേച്ചർ പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്, അവരുമായിട്ടുള്ള ഒരു ബൈൻഡിങ് ആണ്. അപ്പോൾ അതാണ് പറയുന്നത് വൈൽ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ആർ ദ ഒതൻറ്റിക്കേഷൻ ഓഫ് ഡോക്യുമെൻസിൻ്റെ ഒതൻറ്റിക്കേഷൻ ആണ്. ആൻഡ് ബൈൻഡ് ദ പേഴ്സൺ ഹു ഈസ് പുട്ടിംഗ് ദ ഡിജിറ്റൽ സിഗ്നേച്ചർ. ആരാണോ നമുക്ക് ഡിജിറ്റലി ഒപ്പിട്ട് തന്നത് ആ സർട്ടിഫിക്കറ്റിൽ അവരുമായിട്ട് എന്താണ് ഒരു ബൈൻഡിങ്ങും കൂടെ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. which based on public key cryptography requires 2 separate keys as secret and public. നമുക്കറിയാം 2 കീ യൂസ് ചെയ്യും, പബ്ലിക് കീ ക്രിപ്റ്റോഗ്രഫി യൂസ് ചെയ്താൽ പ്രൈവറ്റ് കീയും പബ്ലിക് കീയും. അപ്പോൾ ഇത് ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. Both the keys are linked together. One key encrypts the plain text and another decrypts the cipher text. 2 keysഉം ലിങ്ക്ഡ് ആണ്. അത് നമ്മൾ കഴിഞ്ഞ സെഷനിൽ അതും പറഞ്ഞിട്ടുണ്ട്. എൻക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കീ യൂസ് ചെയ്യും, ഡീക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു കീ യൂസ് ചെയ്യും. ആൻഡ് നെയ്തർ കീ ക്യാൻ പെർഫോം ബോത്ത് ദ ഫങ്ഷൻസ്. 2 കീക്കും ഇപ്പോൾ ഞാൻ എൻക്രിപ്റ്റ് ചെയ്യുന്ന കീ യൂസ് ചെയ്ത് കൊണ്ട് തന്നെ ഡീക്രിപ്റ്റ് ചെയ്യാൻ ഏതിൽ കഴിയില്ല, അസിമെട്രിക് കീ എൻക്രിപ്ഷനിൽ കഴിയില്ല, അല്ലെങ്കിൽ പബ്ലിക് കീ എൻക്രിപ്ഷനിൽ കഴിയില്ല. അത് നമുക്ക് സിമെട്രിക്കിൽ മാത്രമേ പറ്റുള്ളൂ. ഇവിടെ പബ്ലിക് കീ ക്രിപ്റ്റോഗ്രഫിയിൽ നമുക്ക് 2 സെപ്പറേറ്റ് കീസ് യൂസ് ചെയ്തിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. പിന്നെ ഡിജിറ്റൽ സിഗ്നേച്ചറും ഡിജിറ്റൽ സർട്ടിഫിക്കറ്റും തമ്മിലുള്ള വേറൊരു ഡിഫറൻസ് ആണ് ഡിജിറ്റൽ സിഗ്നേച്ചർ ഈസ് ആൻ ഇലക്ട്രോണിക് പ്രോസസ് ഓഫ് സൈനിങ് ആൻ ഇലക്ട്രോണിക് ഡോക്യുമെൻറ്റ്. ഇലക്ട്രോണിക് ഇലക്ട്രോണിക്കലി സൈൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറയുക. വൈൽ എ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ഈസ് എ കമ്പ്യൂട്ടർ ബേസ്ഡ് റെക്കോർഡ് വിച്ച് ഈസ് ദ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് സർട്ടിഫയിങ് ഏജൻസി ഓർ ദ ഐഡൻറ്റിറ്റി ഓഫ് സബ്സ്ക്രൈബർ. അതായത് സർട്ടിഫിക്കറ്റ് തരുന്ന ആളുടെ ഐഡൻറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ ആ ഏജൻസിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ, അതേപോലെ ആർക്കാണ് അത് കൊടുക്കുന്നത് അവരുടെ സബ്സ്ക്രൈബറിൻ്റെ ഐഡൻറ്റിറ്റി, അതൊക്കെ
ഡിജിറ്റലി റെക്കോർഡ് ചെയ്യുന്നതാണ് ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക്കലി ആ ഡോക്യുമെൻറ്റിനെ സൈൻ ചെയ്യുന്നതാണ് എന്ത് ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത്. പിന്നെ ഈ ഡിജിറ്റൽ സിഗ്നേച്ചർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നാണ്. The private key of the originator is used as input to the algorithm which transforms the data signed or its hash value. അതായത് ഈ ഒറിജിനേറ്ററിൻ്റെ പ്രൈവറ്റ് കീ എന്ത് ചെയ്യും, ഈ അൽഗോരിതത്തിൻ്റെ ഇൻപുട്ടായിട്ട് യൂസ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, അതിനെ ഒരു ഹാഷ് വാല്യൂ ആക്കിയിട്ട് മാറ്റും. ദിസ് ട്രാൻസ്ഫർമേഷൻ ക്യാൻ ഓൺലി ബി റിവേഴ്സ്ഡ് ആൻഡ് ദ ഡാറ്റ ഡീക്രിപ്റ്റഡ് ആൻഡ് ആക്സസ്ഡ്. ഇത് നേരെ ഡീക്രിപ്ഷൻ നടത്തും. അതായത് റിവേഴ്സ് നടത്തുമ്പോൾ എന്ത് കിട്ടും, നമുക്കതിൻ്റെ ഒറിജിനൽ സാധനം കിട്ടില്ലേ. അപ്പോൾ അവിടെ ഡീക്രിപ്റ്റ് ചെയ്തിട്ട് നമുക്ക് ആ ഡാറ്റ എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഒറിജിനേറ്റേഴ്സിൻ്റെ പബ്ലിക് കീ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ ആർക്കാണോ അയച്ചത് അവർക്കത് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇവിടെ സിമ്പിളായിട്ട് ഇവിടെ താഴെ വേരിഫൈങ് എ ഡിജിറ്റൽ സിഗ്നേച്ചർ ക്രിയേറ്റഡ് വിത്ത് എ പ്രൈവറ്റ് കീ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ അവിടെ ക്ലിയർ ആയിട്ട് ഒരു സാമ്പിൾ പറയുന്നുണ്ട്. ഇപ്പോൾ ദിനേശ് എന്ന് പറഞ്ഞ ഒരാൾ സെക്യൂറായിട്ട് ദിവ്യ എന്ന് പറഞ്ഞ ഒരാൾക്ക് എന്ത് ചെയ്തു, ഒരു മെസ്സേജ് അയച്ചു. അപ്പോൾ അതെങ്ങനെ വർക്ക് ചെയ്യും എന്നതാണ് നമുക്കിവിടെ പറയുന്നത്. നോക്കുക. അപ്പോൾ ദിനേശിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ അയാൾ എന്ത് ചെയ്യുക, അയാൾക്ക് ആ ഡോക്യുമെൻറ്റ് സൈൻ ചെയ്യണം. അയാളാണല്ലോ അയക്കുന്ന ആൾ. അപ്പോൾ അവിടെ കുറച്ച് സ്റ്റെപ്സ് നടക്കും. അയാൾ സൈനിങ് പ്രോസസ്സ് തുടങ്ങിക്കഴിഞ്ഞാൽ ഫോർ ഡിജിറ്റലി സൈൻ ഡോക്യുമെൻറ്റ്, അപ്പോൾ അയാൾ ഈ ഡോക്യുമെൻറ്റ് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ദിനേശിന് പ്രൈവറ്റ് കീയും പബ്ലിക് കീയും വേണം. അയാൾക്ക് പബ്ലിക് കീ ക്രിപ്റ്റോഗ്രഫി യൂസ് ചെയ്യുമ്പോൾ ദിനേശിന് എന്ത് വേണം, അയാളുടെ പ്രൈവറ്റ് കീയും വേണം, അയാളുടെ പബ്ലിക് കീയും വേണം. അതൊരു വൺ ടൈം പ്രോസസ്സാണ്. എന്നിട്ട് എന്ത് ചെയ്തു, അയാളുടെ പ്രൈവറ്റ് കീ യൂസ് ചെയ്തിട്ട് ആ ഡോക്യുമെൻ്റ് എന്ത് ചെയ്തു, സൈൻ ചെയ്തു. ഇറ്റ് ഈസ് ഡൺ ബൈ സെക്യൂർഡ് സൈനിങ് സർവീസ് വൈൽ യൂസർ രജിസ്റ്റേർഡ്. അപ്പോൾ ഈ സൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ പല അൽഗോരിതം ടെക്നിക്സും യൂസ് ചെയ്തിട്ട് അത് ഡിജിറ്റലി സൈൻ ചെയ്യാണ് അതിൽ. പിന്നെ ദ പ്രൈവറ്റ് കീ ഈസ് നോട്ട് ഷെയർഡ്. പ്രൈവറ്റ് കീ എന്ത് ചെയ്യുന്നില്ല, ദിനേശിൻ്റെ പ്രൈവറ്റ് കീ ദിവ്യക്ക് അറിയില്ല, അത് ഷെയർ ചെയ്യും വേണ്ട. പിന്നെ ആൻഡ് ഈസ് യൂസ്ഡ് ഓൺലി ബൈ ദിനേശ് ടു സൈൻ ഡോക്യുമെൻറ്റ്സ്. ദിനേശ് ഈ ഡോക്യുമെൻറ്റ്സ് ഡിജിറ്റൽ സൈനിങ്ങിന് വേണ്ടിയിട്ട് മാത്രമാണ് അയാളുടെ പ്രൈവറ്റ് കീ യൂസ് ചെയ്തത്. പക്ഷേ ദിനേശിൻ്റെ പബ്ലിക് കീ ആർക്കറിയാം, നമ്മളുടെ അൽഗോരിതം വെച്ചിട്ട് നമ്മളത് പറഞ്ഞിട്ടുണ്ട് പബ്ലിക് കീ ക്രിപ്റ്റോഗ്രഫിയിൽ. പബ്ലിക് കീ എന്ന് പറയുന്നത് അയാളുടെ എല്ലാ ഫ്രണ്ട്സിനും അയാൾ ഷെയർ ചെയ്ത് കൊടുത്ത കാര്യമാവും. അപ്പോൾ പബ്ലിക് കീ എല്ലാവർക്കും അവൈലബിൾ ആണ്. അപ്പോൾ ദിവ്യക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് വെച്ചിട്ട് ഇയാൾ സൈൻ ചെയ്തത് വാലിഡ് ആണോ അല്ലെങ്കിൽ ആ ഒരു ഡോക്യുമെൻറ്റിനെ റീഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ദിനേശ് സെൻസ് ദ സൈൻഡ് ഡോക്യുമെൻറ്റ് ദിവ്യ. ഈ സൈൻ ചെയ്തിട്ടുള്ള ഡോക്യുമെൻറ്റ് ദിവ്യക്ക് അയച്ചു കൊടുക്കും. ദിവ്യ ദിനേശിൻ്റെ പബ്ലിക് കീ യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും, ഈ ഡോക്യുമെൻറ്റിനെ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റിന് ഒതൻറ്റിക്കേറ്റ് ആണോ ഇല്ലേ നോക്കും. എന്നിട്ട് അതിനെ വാലിഡേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ നടക്കുന്നത് ഒന്ന് ഡോക്യുമെൻറ്റ് വാലിഡേഷൻ പ്രോസസ്സ് നടക്കും. ഡീക്രിപ്റ്റ് ദിനേശ് ഡിജിറ്റൽ സിഗ്നേച്ചർ, ദിനേശിൻ്റെ ഡിജിറ്റൽ സിഗ്നേച്ചർ ഡീക്രിപ്റ്റ് ചെയ്യും. വിത്ത് ഇറ്റ്സ് പബ്ലിക് കീ യൂസ് ചെയ്തിട്ടാണ് ഡീക്രിപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഡോക്യുമെൻറ്റ് ദിവ്യക്ക് കിട്ടും. പിന്നെ ദിനേശിൻ്റെ ഡോക്യുമെൻറ്റിലുള്ള ഹാഷ് വാല്യൂവും ദിവ്യ കാൽക്കുലേറ്റ് ചെയ്ത് ഡീക്രിപ്റ്റ് ചെയ്തെടുത്ത ഹാഷ് വാല്യൂവും തമ്മിൽ മാച്ചിങ് ആണോ നോക്കും. അത് മാച്ചിങ് ആണെന്നുണ്ടെങ്കിൽ ഇത് വാലിഡ് ആണ് എന്ന് മനസ്സിലാവും. അത് മാച്ചിങ് അല്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെയോ ആൾട്രേഷൻസ് അല്ലെങ്കിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട് ആ ഡോക്യുമെൻറ്റിൽ എന്നും മനസ്സിലാവും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത്. ഒരു സിമ്പിൾ എക്സാമ്പിൾ വെച്ചിട്ട് കാണിച്ചിട്ടുള്ളതാണ് ഇതിൻ്റെ വർക്കിംഗ്. അപ്പോൾ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലെടുക്കാം. താങ്ക് യു.